ഈ ലാലേട്ടൻ്റെ ഒരു പരസ്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിൽ സ്വർണം വച്ചിട്ടെന്തിനേ നാട്ടിൽ ചേടി നടപ്പൂ എന്ന് പറഞ്ഞിട്ടൊരു പരസ്യമുണ്ട്. അത് മണപ്പുറം ഗോൾഡിൻ്റെയാണ്. മണപ്പുറം ഗോൾഡിലുണ്ട്. അപ്പോൾ മണപ്പുറത്ത് നിന്ന് 20 കോടി രൂപ ധന്യാമോഹൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മുക്കിയിട്ടുണ്ട്. അതിൽ 2 കോടി രൂപ ചീട്ട് കളിച്ച് കളഞ്ഞു എന്നാണ് പറയുന്നത്. എൻ്റെ പൊന്നു സഹോദരി, ഈ ഓൺലൈൻ റമ്മി കളിക്കാതെ ആ നാട്ടിലുള്ള എത്ര ചെറുപ്പക്കാരൻ്റെ റമ്മി കളിക്കുന്നത്? അവിടെ ഇവിടെയും പോയിട്ട് റമ്മി കളിക്കുന്ന ഒരുപാട് ആൾക്കാരില്ലേ? ഏതെങ്കിലും ഒരുത്തനോട് വിളിച്ചിട്ട്, മോനെ ഒരു 10 പൊട്ടി ചീട്ടും കൊണ്ടുപോകാം, നമുക്കൊരു 2-3 കൈ കളിക്കാലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ആൾക്കാർ വരും? എന്തിനാണ് പാവം ഈ ഓൺലൈൻ റമ്മിക്കാർക്ക് കൊടുത്തത്? ആ 2 കോടി രൂപ ആ പാവങ്ങൾക്ക് കിട്ടൂലേ? ഇനി ആ പാവങ്ങൾക്ക് നിങ്ങൾക്ക് ഇങ്ങനെ വെറുതെ കൊടുത്തുകൂടെ? എന്നാൽ എന്നിട്ടും ആ റമ്മി കളിച്ച് കളഞ്ഞിരിക്കുന്നത് എൻ്റെ ചേച്ചി, നിങ്ങളെ സമ്മതിക്കണം അവിടുന്ന്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 20 കോടി രൂപ പോയി എന്ന് പറയുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം, ഈ മണപ്പുറത്തെ മുതലാളിമാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ പിന്നെ ജീവനക്കാരില്ലേ, അതായത് ഈ സ്ത്രീയെ സഹായിച്ചിട്ടുണ്ടാവും, ഈ സഹായിച്ചിട്ടില്ലെങ്കിലും ഈ ജീവനക്കാര നാളെ തന്നെ നിങ്ങൾ ചൂലെടുത്തടിച്ച് പുറത്താക്കണമായിരുന്നു. ധൈര്യമുണ്ടോ? ചൂലെടുത്തടിച്ച് പുറത്താക്കണമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല മുതലാളിമാരെ, നമുക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. 20 കോടി രൂപ പോകുന്നത് വരെ നിങ്ങളൊക്കെ ഇങ്ങനെ മുകളിലോട്ടൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ ഈ ധന്യാമോഹൻ എന്ന് പറയുന്നത് ഒരു കള്ളിയൊന്നുമല്ല, അവരതിബുദ്ധിമതിയാണ്. അത്രേ പറയാനുള്ളൂ. ഇന്ന് അവർ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഈ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ അവരുടെ മുഖത്തൊരു ചിരിയുണ്ട്. എന്താണെന്നല്ലേ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മണപ്പുറംകാരേ അതാണ് അവർ ചിരിച്ചിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, അവർ പറയുന്നൊരു കാര്യമുണ്ട്. അതായത്, ചന്ദ്രനിൽ ഞാൻ 5 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ എൻ്റെ ബാഗ് നിറയെ പൈസയാണ് എന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീക്കില്ലേ അപ്പിട്ട വെച്ചിട്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരുത്തനും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴില്ലേ സഹതാപം തോന്നുന്നായിരുന്നു. സഹതാപം അതാണ്. ഇത്രയും ധാർഷ്ട്യത്തോടുകൂടി പറയുകയാണ്, ഞാൻ ചന്ദ്രനിൽ 5 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ എൻ്റെ ബാഗ് നിറച്ച് പൈസയാണെന്ന്. മനസ്സിലാക്കണം നിങ്ങൾ. അല്ല, എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് എനിക്കറിയില്ല. കുറച്ച് കഴിയുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം തേഞ്ഞ് വാങ്ങി പോവുക. അതായത് 20 കോടി ഉണ്ടാവില്ല, 2 കോടി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. കാരണം ഇവന്മാർ പറയുന്ന കള്ളത്തരാണോ നേരാണോ നുണയാന്നോന്ന് ആർക്കറിയാം? ആണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്ന് പറഞ്ഞാൽ പലതരം കളികളും ഉണ്ടെന്നേ. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. ഈ മുതലാളിമാർ എന്ന് പറയുന്ന ടീമിൻ്റെ അടുക്ക പല കളികളും ഉണ്ട്. പക്ഷെ ഇതൊന്നും പുറലോകം അറിയില്ല. ഈ ഒരു മുതലാളിയൊന്നുമല്ല, ഈ മണപ്പുറമൊന്നുമല്ല, വേറെ എത്ര എണ്ണം കിടപ്പുണ്ട് നമ്മൾ കേരളത്തിൽ. എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും പുറമേ വരാൻ പോകുന്നില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചാനലിലും പരസ്യം കൊടുക്കും. പരസ്യം കൊടുത്തിട്ട് ഈ ചാനലുകാർ പിന്നെ ബാലാട്ടികളാണ് അവരുടെ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതായത്, നിങ്ങൾ വാർത്ത വായിക്കുന്നില്ലേ, ഈ വാർത്ത സ്പോൺസർ ചെയ്യുന്നത് ആരാന്ന് നിങ്ങളൊന്ന് നോക്കിയട്ടെ. അവരെന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ അവന്മാർ വിടുവോ? എല്ലാ വാർത്തയും സ്പോൺസർ ചെയ്യുന്നത് ഒരേ കമ്പനിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പിന്നെ എന്താ പറയേണ്ടത്, പരസ്യം കൊടുക്കുന്ന ഒരേ കമ്പനിയാണ്. അപ്പോൾ ഇവർക്കെതിരെ മിണ്ടുവോ? മിണ്ടിക്കഴിഞ്ഞാൽ സാലറി ഉണ്ടാവില്ല, അത്ര തന്നെ. ഈ ചാനലുകാർ ജീവിച്ചു പോകുന്നത് ഈ പരസ്യം കൊണ്ടാണ്. അപ്പോൾ അവർക്ക് പരസ്യവും കൂടി കിട്ടിയില്ലെങ്കിൽ പിന്നെ തീർന്നില്ലേ കഥ. അപ്പോൾ 20 കോടിയൊക്കെ ഇവന്മാർക്ക് കണക്കില്ലാതെ പൈസ ഇങ്ങനെ ഉണ്ടാക്കണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ, എത്രമാത്രം പലിശ ഈ പാവങ്ങൾ എടുക്കുന്ന പിഴിഞ്ഞു കൊണ്ടുപോകുന്നതാണ്. സാധാരണക്കാരൻ ഒരു ലോണിനെങ്ങാറ്റം പോയിട്ടുണ്ടെങ്കിൽ ഒന്നും വേണ്ട, സ്വന്തം മാല ഇല്ലെങ്കിൽ സ്വന്തം സ്വർണം പണയം വെക്കാൻ പോയി കഴിഞ്ഞാൽ ഇവന്മാരുടെ ഒരു 500 പേപ്പറിലാണ് ഒപ്പിടേണ്ടത്. അതുപോലെ 500 ചോദ്യങ്ങൾക്ക് മറുപടി നൽകണം. സ്വന്തം സ്വർണം കൊണ്ടുപോയി വെക്കുന്നതിന്, നമ്മളെ സ്വർണം നമ്മൾ വെക്കുന്നതിന് നമ്മൾ പലിശ അടക്കണം. എന്നിട്ട് നമ്മൾ 100 ചോദ്യങ്ങൾക്ക് ഇത് കൊടുക്കണം. അമ്മാതിരി തോന്നിയവാസം കളിക്കുന്ന സ്ഥലത്താണ് 20 കോടി രൂപ ധന്യാമോഹൻ എന്ന് പറയുന്ന ആ വ്യക്തി തട്ടിച്ചോടിയിരിക്കുന്നത്. ഇതെന്താണ് നമ്മളെ പൊട്ടനാക്കല, ഈ പാവങ്ങളെ പൊട്ടന്മാരാക്കലാന്ന് ജനങ്ങൾ ഇങ്ങനെ പൊട്ടന്മാരാക്കി. 20 കോടി 2 കോടി ഈ സംഭവം എന്താണെന്നറിയാം. ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് കണ്ണികളുണ്ടാവും. അപ്പോൾ 20 കോടി പോയത് തന്നെ ഈ 2 കോടി ഈ സ്ത്രീയുടെ കമ്മീഷനായിരിക്കും. ഈ സ്ത്രീ പറഞ്ഞു അത് പിന്നെ എന്താ പറയുക, റമ്മി കളിച്ച് തീർത്തു എന്ന്. ഇനിയിപ്പോഴൊന്നും നോക്കണ്ടല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ കേസ് തള്ളിപ്പോയി കഴിഞ്ഞാലും ഈ 20 കോടിയിൽ ഈ 2 കോടി എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. ആ 2 കോടി എടുത്തിട്ട് പിന്നെ സുഖമായിട്ട് കഴിയാലോ. അതായിരിക്കും ഇവരൊക്കെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റൂല. ഇവന്മാരൊക്കെ വിളഞ്ഞ വിത്തുകളാണ്. ഇതിനു മുമ്പേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, എത്രയെത്ര ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും എത്രയെത്ര കമ്പനികളിൽ നിന്നൊക്കെ പൈസയൊക്കെ പോയിട്ടുണ്ട്. കണ്ണൂരുള്ള ഒരു കമ്പനീൻ്റെ അടുക്കുന്ന 5 കോടി ഉറുപ്പ്യ പോയിട്ട് ഇപ്പം എന്തായാലും ആർക്കറിയാം?
അതും ജ്വല്ലറി തന്നെയാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂരിലുള്ളൊരു പ്രമുഖ വസ്ത്രാലയവും ജ്വല്ലറിയും ഒക്കെ ഉള്ളവൻ്റെ മാനേജർ 35 ലക്ഷം രൂപയാണ് അടിച്ചുകൊണ്ട് പോയത്. എന്നിട്ട് എന്തായി? ആർക്കറിയാം. അതുപോലെ തന്നെയാണ് പലതും ഉണ്ട് ഇങ്ങനെ. 2 കോടീൻ്റെ കണക്ക് വേറെയുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കണക്കുകളും കൈകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ആര് കൊണ്ടുപോകുന്നു, എന്തിനു കൊണ്ടുപോകുന്നതെന്ന് അറിയില്ല. ഇതൊക്കെ ഒരു വാർത്ത, ഇന്നൊരു വാർത്തയായി. ഇതൊക്കെ 2 ദിവസം കഴിഞ്ഞാൽ ഒരു വാർത്തയില്ല. പിന്നെ ആർക്കും അന്വേഷിച്ച് പോകുന്നുണ്ടോ? ആ മണപ്പുറത്തെ ആ ഒരു ധന്യാമോഹൻ്റെ കേസ് എന്തായി? ആ സ്ത്രീ പീടിയുണ്ടോ? അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് അടിച്ചു കൊണ്ടുപോകുന്നില്ലേ? ബാങ്കിൽ നിന്ന് കോടികളാണ് അടിച്ചു കൊണ്ടുപോകുന്നത്. എന്നിട്ടൊന്നും ഒന്നും ആയിട്ടില്ല, ഒന്നും ആവുകയും ചെയ്യില്ല. പാവങ്ങൾ എന്നും ഇവിടെ ഇങ്ങനെ പാവങ്ങളായിട്ട് ഇങ്ങനെ എന്താ പറയുക, അടിമകളായിട്ട് ഇങ്ങനെ ജീവിക്കുന്നതാണ് പാവങ്ങൾ. മനസ്സിലായ? വല്ലവനും ഒരു മോതിരം പണയം വെച്ചിട്ട് അതിൻ്റെ പലിശ കൊടുത്ത് മുടിയുന്നല്ലാതെ ഓനത് തിരിച്ചെടുക്കാൻ പറ്റൂല ഇന്നത്തെ സാഹചര്യത്തിൽ. അങ്ങനെയുള്ള ഒരു ഇതിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോഴാണ് യാതൊരു വിലയും ഇല്ലാതെ 20 കോടി രൂപ. അത് എത്ര ആൾക്കാരെ പറ്റിച്ച വൈശേരിക്കുമായിരുന്നു. ആലോചിച്ച് നോക്ക്. പലിശയും കൂട്ടുപലിശയും കൂട്ടിൻ്റെ കൂട്ടുപലിശയും അതും ഇതുമൊക്കെ പിടിഞ്ഞ പൈസയായിരിക്കൂലേ. അതുകൊണ്ടല്ലേ കണക്കില്ലാണ്ട് അവിടെ വെച്ചിട്ടുണ്ടാവുക. ഇനി കണക്കുണ്ടെങ്കിൽ തന്നെ നാളെ ധൈര്യമുണ്ടാ ഈ ബ്രാഞ്ചിലെ എല്ലാവും മാറി അവിടെ പിടിച്ചു കെട്ടിയിടുക വേണ്ടത്. ധൈര്യമുണ്ടോ? അതാണ് വേണ്ടത്. ഇതിൽ പിന്നെ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർ, അതായത് ഇത് ഓഡിറ്റ് ചെയ്യേണ്ട ആൾക്കാർ, ഇവരൊക്കെ എന്തുകൊണ്ട് ഓഡിറ്റ് ചെയ്തില്ല? 5 വർഷമായിട്ട് ഈ സ്ത്രീ കക്കുന്നതെന്നാണ് പറയുന്നത്. 5 വർഷം കട്ടിട്ടും ആർക്കും മനസ്സിലായിട്ടില്ല എന്ന്. ഇതൊക്കെ ആര് വിശ്വസിക്കും? അരിയാഹാരം കഴിക്കുന്ന നമ്മൾ പൊതുജനങ്ങൾ വിശ്വസിക്കൂല. അരിയാഹാരം കഴിക്കുന്ന ഒരാൾ വിശ്വസിക്കൂല. പിന്നെ തീട്ടം തിന്നുന്ന ഇതുപോലെയുള്ള ടീമുകളില്ലേ, അവർ വിശ്വസിക്കുമായിരുന്നു. മുതലാളിമാർ വിശ്വസിക്കും. തീട്ടം തിന്നുന്നേ അവർക്ക് എങ്ങനെയെങ്കിലും ഇതിങ്ങനെ എന്താ പറയേണ്ടത്, 20 കോടി പോയേ എന്ന് പറഞ്ഞിട്ട് കരിയേ വേണ്ടു. അതാണ് ഇവിടെ പലതും നടക്കുന്നത്. ഇവർക്കൊന്നും എതിരെയുള്ള കേസൊന്നും അധികമൊന്നും പോകത്തില്ലെന്നേ. ഇതൊന്നും ആരും അന്വേഷിക്കത്തില്ല. കാരണം വെച്ചാൽ പരസ്യം കിട്ടൂല. പിന്നെ വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനേ നാട്ടിൽ തേടി നടക്കൂ. അതിന് എത്ര പൈസ കൊടുക്കണം എന്നറിയാ? വെറുതെ ഒന്നും അല്ല. ലാലേട്ടറൊക്കെ കോടികളാന്ന് കാണിക്കുന്നത്, കോടികൾ. നിങ്ങളെന്താ വിചാരിക്കുന്നത്? നമ്മളെ കൊണ്ട് സ്വർണം പണയം പൊപ്പിക്കാൻ ലാലേട്ടന് ഭയങ്കര ആവേശമാണെന്നാ? ഒന്നുമല്ല. നമ്മൾ വെക്കണം. അതിനു വേണ്ടിയിട്ടല്ലേ ലാലേട്ടറെ കൊണ്ടുവന്നിരിക്കുന്നത്. കോടികളാന്ന് അങ്ങനെയെല്ലാം മേടിച്ച് പോക്കറ്റിലിടുന്നത്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം, എൻ്റെ പൊന്ന് ലാലേട്ടാ, ഇമാതിരി പരിപാടിക്കൊന്നും നിൽക്കരുത്. എന്തിനാണ് വെറുതെ ഈ പൈസ? എന്തിനാണ്? ജീവിക്കാൻ അത്യാവശ്യമുള്ളതൊക്കെ ആയില്ലേ? ഇനി ഇതൊക്കെ നിർത്തിക്കൂടെ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു പരസ്യം വരുമ്പോഴൊക്കെ അത് നല്ലതാണോ ചീത്തയാണോ? അതിൻ്റെ അത് കഥ പറയുന്നില്ല. അപ്പോൾ എന്തൊക്കെ ആയാലും 20 കോടിയാണ് ഇപ്പോഴത്തെ ചർച്ച. അത് വിശ്വസിക്കണ്ടെങ്കിൽ വലിയ പാടാന്ന്. പിന്നെ 2 കോടി പിന്നെ റമ്മി കളി. ആ നാട്ടിലെ എൻ്റെ ചെറുപ്പക്കാരെ ഇല്ലെങ്കിൽ ഉത്സവപ്പറമ്പിൽ എത്ര റമ്മി കളിക്കുന്നുണ്ട് അല്ലേ? എന്തെല്ലാം കളി കളിക്കുന്നത്? അതെ, അതിനെക്കാട്ടും പോയിക്കൂടെ? എന്നാൽ എല്ലാം ഓൺലൈനിൽ കൊണ്ട് കൊടുത്തിരിക്കുക. ഓൺലൈനിൽ എത്ര ദിവസം ഈ സ്ത്രീ റമ്മി കളിച്ചിട്ടുണ്ടാവും. അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും പൈസ പോകുന്നവരെ കാത്തു നിന്നാ 1 രൂപ പോലും തിരിച്ചു കിട്ടിയിട്ടുണ്ടാവില്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാം, ഈ റമ്മീൻ്റെ പേരും പറഞ്ഞിട്ട് വെളുപ്പിച്ചതായിരിക്കും ചിലപ്പോൾ. പറയാനൊന്നും പറ്റൂല. ഈ 20 കോടി ഇവർ ഏടെ കൊണ്ടുവെക്കാനാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ധൈര്യം ഉണ്ടെങ്കിൽ മുതലാളിമാരെ ഇവന്മാരെ നാളെ പിടിച്ച് പുറത്താക്ക്. ഇതിൽ കാരണക്കാരായവരാ. അതാ വേണ്ടത്. നന്ദി, നമസ്കാരം.